കേരള കോൺഗ്രസ് സ്ഥാനാർത്ഥി തന്നെ മത്സരിക്കുമെന്ന് പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ പറഞ്ഞു. കഴിഞ്ഞ 5 വർഷക്കാലം ഏറ്റുമാനൂർ നിയോജക മണ്ഡലത്തിലെ ജനപ്രതിനിധി മന്ത്രിയായിരുന്നിട്ടും അടിസ്ഥാന സൗകര്യങ്ങൾ പോലും ഇല്ലാത്ത പ്രദേശമായി ഏറ്റുമാനൂർ ടൗൺ ഉൾപ്പെടെയുള്ള പ്രധാന കേന്ദ്രങ്ങൾ മാറിയതിൽ ജനങ്ങൾ ആകെ നിരാശരാണെന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. മങ്കരകലക് ഭാഗത്തുള്ള 3 ഏക്കർ KSEB വക സ്ഥലത്തേക്ക് ദുർഗന്ധമുള്ള മീൻ മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കുകയും ബസ് സ്റ്റാൻഡിനടുത്തുള്ള ചിറക്കുളം വൃത്തിയാക്കി കുടിവെള്ള സ്രോതസ്സാക്കാമെന്ന് ഉറപ്പു നൽകിയിരുന്നുവെങ്കിലും അപ്രകാരം ചെയ്യുന്നതിൽ MLA സമ്പൂർണ്ണമായി പരാജയപ്പെട്ടു. കേരളത്തിലെ ഏറ്റവും രൂക്ഷമായ ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്ന പ്രദേശമായി ഏറ്റുമാനൂർ ടൗൺ മാറി. എലവേറ്റഡ് ഹൈവേ 5 വർഷമായിട്ടും യാഥാർത്ഥ്യമായില്ല. ഏനാദിപ്പാലവും നീണ്ടൂർ പാലവും ഐമനം തിരുവാർപ്പ് ഉൾപ്പെടെയുള്ള പാലങ്ങൾ ഏത് സമയത്തും വീഴാവുന്ന സ്ഥിതിയിൽ തുടരുന്നു. അതിരമ്പുഴ തിരുനാളിൽ ഗതാഗത കുരുക്ക് മൂലം പങ്കെടുക്കുവാനാവാത്തത് നിരവധി പേരാണ്. ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ ഗവൺമെന്റ് തയ്യാറാകണമെന്നും ക്രൈസ്തവർക്ക് തുല്യനീതി ഉറപ്പാക്കുന്ന റിപ്പോർട്ട് ക്രിസ്ത്യാനികളുടെ മാഗ്ന കാർട്ടയാണെന്നും അഡ്വക്കേറ്റ് സ്റ്റീഫൻ ചാഴിക്കാടൻ പറഞ്ഞു. പ്രധാന കേന്ദ്രങ്ങളിൽ ഇത് വളരെ രൂക്ഷമായ ഗതാഗത കുരുക്ക് രൂപപ്പെടുക. ഏറ്റുമാനൂർ വഴി കടന്നു വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം വീണ്ടും രണ്ടാമത് ഇതിലെ വരുവാൻ ആഗ്രഹിക്കാത്ത രീതിയിലാണ് ഈ ഗതാഗത കുരുക്ക്. ദിവസങ്ങളോളം അല്ലെങ്കിൽ മണിക്കൂറുകളോളം എല്ലാ ദിവസവും ഈ ഗതാഗത കുരുക്ക് വളരെ രൂക്ഷമായി ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കും. അതോടൊപ്പം തന്നെ മംഗലക്കലക് ഭാഗത്തുള്ള 3 ഏക്കർ KSEB സ്ഥലത്തേക്ക് നമ്മുടെ ഫിഷ് മാർക്കറ്റ്, ഇന്ന് ഏറ്റവും കൂടുതൽ ദുർഗന്ധം വമിച്ചുകൊണ്ടിരിക്കുന്ന ടൗണിന്റെ നടുക്ക് സ്ഥിതി ചെയ്യുന്ന ഫിഷ് മാർക്കറ്റ് മാറ്റി സ്ഥാപിക്കാമെന്ന് MLA ഉറപ്പ് നൽകിയിരുന്നതാണ്. എന്നാൽ അത് മാറ്റി സ്ഥാപിക്കുന്നതിന് അദ്ദേഹത്തിന് കഴിഞ്ഞ 5 വർഷ കാലഘട്ടമായി കഴിഞ്ഞിട്ടില്ല. അതോടൊപ്പം തന്നെ ബസ് സ്റ്റാൻഡിനടുത്തുള്ള ക്ഷേത്രക്കുളം വളരെ ശുദ്ധമായ കുടിവെള്ളത്തോടുകൂടി വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രക്കുളം വൃത്തിയാക്കി അത് കുടിവെള്ള സ്രോതസ്സാക്കി മാറ്റുകയും ചെയ്യാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും അപ്രകാരം ചെയ്തതിൽ MLA സമ്പൂർണ്ണമായി പരാജയപ്പെടുകയാണ്. നമുക്കറിയാം, MLA യുടെ മണ്ഡലം വരുന്ന ഫണ്ടിനെ കഴിഞ്ഞും വളരെയധികം ഫണ്ട് മന്ത്രി എന്നുള്ള രീതിയിൽ അദ്ദേഹത്തിന് കൊണ്ടുവരാൻ കഴിയും. കേരളത്തിലെ ക്രൈസ്തവരുടെ പിന്നോക്കാവസ്ഥ പരിഗണിച്ചുകൊണ്ട് ഗവൺമെന്റ് ജസ്റ്റിസ് JB കോശി കമ്മീഷനെ വെക്കുന്നുണ്ട്. ഏതാണ്ട് 500-ൽ പരം നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് ജസ്റ്റിസ് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഗവൺമെന്റ് സമർപ്പിച്ചിരിക്കുകയാണ്. ആ റിപ്പോർട്ടിൽ പറയുന്നത് പ്രകാരം നിരവധിയായ പരിഷ്കാരങ്ങൾ, കാതലായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയാൽ ക്രിസ്ത്യാനികളുടെ മുന്നോട്ടുള്ള വരവിനെ അത് മുന്നോട്ട് നയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. i4 ന്യൂസ്, ഏറ്റുമാനൂർ.